പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും, യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഇത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഫെബ്രുവരി 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത്. ഇത്തിരി കൂടിയ വിഷയമാണ്.
ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയത്തില്ല, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് സാധിക്കില്ല. ബൈബിളില് ലോകമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ഈ ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ജ്ഞാനസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ വെറുത്ത് ഉപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ കുരിശിൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രഭവിക്കാതെ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മൾ വിശ്വാസത്തിൽ വളരണം. എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാധിച്ചെടുക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമ വാസനകളെ, ലോകത്തെ ജയിക്കണം. കർത്താവ് ജയിച്ചു. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ല സ്നേഹിത അവൻ കൊല്ലാൻ വേണ്ടി മുത്തിയപ്പോഴാണ് യുവദാസനെ വിളിക്കണത് എന്താണ്? ദുഷ്ട എന്നല്ലേ വിളിക്കണത്. സ്നേഹിത ലോകത്തെ ജയിച്ച കണ്ടില്ലേ? നീ ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ചൂണ്ടി ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയും. കുരിശിൽ കിടക്കുമ്പോൾ ലോകത്തെ ജയിക്കണ കാണാം. എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് വൈരാഗ്യവും വിദ്വേഷത്തെയാണ് ഈശോ ജയിക്കണത്, ക്ഷമ കൊണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സാധർമ്മ്യത്തിലാണത് പറയണത്. നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴക്കിയിരിക്കുന്നു. ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും. ക്രിസ്തുവിന് ഞെരുക്കങ്ങളുണ്ടായി. ആ ഞെരുക്കങ്ങളിൽ എളിയിൽ തന്നെയാണ് നിന്നുകൊണ്ടാണ് യുവദാസിനെ ശപിക്കണതിന് പകരം ഈശോ അനുഗ്രഹിച്ചത്. ലോകത്തെ ജയിച്ചതാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യുവദാസിൻ്റെ മേൽ വിജയം കൈവരിക്കേണ്ടത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം. ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ്. ഈശോയുടെ ജീവിതം വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 5-6 മാസം കഴിയുമ്പോൾ പറയുവേ, അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയേനോ. അത് ഞാൻ റാങ്കുകാരൻ്റെ 3-ാം റാങ്കുകാരൻ്റെ താഴെയായിരുന്നു എൻ്റെ പേര്. അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനോ. അതെന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ ഇവർ തരി നിറം പുറത്ത് വരും. അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനോ, അല്ലെങ്കിൽ വീട് വെച്ചേനോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ, അല്ലെങ്കിൽ മക്കളുണ്ടായേനോ. ദൈവത്തെ വെറുതെ ഞൊട്ടിച്ച് കളയും. അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ലക്ഷണം മാറും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആധ്യാത്മികമായിട്ട് വളരാത്തത് വളരാത്തതല്ലതേ, അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. അതാണ്, നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. നമ്മൾ തന്നെ പറയുന്നത് ആരാണ്? നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ജോബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ച. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല, ഈ മാനുഷിക അവസ്ഥയിലെ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനമില്ല, ലോകാത്മാവെന്ന് പറഞ്ഞ സാധനം. ഈ ലോകാത്മാവ്, ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും, ലോകാത്മാവ് ഉണ്ടാവും. ഇപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെറിറ്റ്സിനെ ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചില്ലേലും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് അതിൻ്റെ അകത്ത്. നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം. അതാണൊരു പ്രശ്നം. ദൈവത്തിന് നേരത്തെ അറിയാം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ ഇടപെടാൻ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ, ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അതാണ് കുഴപ്പം. അതൊരു വല്ലാത്ത കുഴപ്പമാണ്. 10 കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെടുന്ന സംഭവം തരാം. ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരാണെന്നറിയാവോ? ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്ന് പടിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയാണ്. എന്നുവെച്ചാൽ മനുഷ്യന്മാർ ഇടപെടുന്ന പോലെ ദൈവത്തോട് പോയി ഇടപെടും. ദൈവം ഇതെല്ലാം ഹരിച്ചും കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ. 10 ദിവസം ചോദിക്കത്തില്ലേ കർത്താവ്? എന്താ ചോദിക്കണേ? ശെമയോനെ. ആരാണ് ശെമയോന് നികുതി കൊടുക്കുന്നത്? മക്കളാണോ അടിമകളാണോ? അപ്പം ശെമയോൻ പറയും
അടിമകളല്ലേ അപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഈശോയ്ക്ക് അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ, ഫ്രീ അല്ലേ? അപ്പോൾ ശിമയോൻ പറയാം മക്കൾ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ, മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ വാവിളിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യവും സ്വർണ്ണനാണയം കാണും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യായമായി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്വീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട്. അതൊരു വല്ലാത്ത നിലപാടാണ്. ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളുമായിട്ടാണ് നമ്മൾ ഡീല് ചെയ്യണമെന്ന് ഓർത്തേക്കണം. ഡീൽ ഓർ നോട്ട് ഡീലാണ്. ഡീല് ചെയ്യണമെങ്കിൽ വെടിപ്പായിട്ട് ഡീല് ചെയ്യണം. അടിപൊളി ജീവിതമായിരിക്കും. മത്തായി 17:27 എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഇതിനകത്ത് വലിയ വിഷയം എന്ന് പറഞ്ഞാല് കാര്യങ്ങളെ കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ്. അതാണ് ഈശോ പറയണത്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഞാനപ്പോൾ ഫോണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ ഫോൺ അവിടെ വെച്ച് എനിക്ക് വർക്ക് വന്നപ്പം ഞാൻ പോയി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പം എൻ്റെ ഫോണിൽ തെളിഞ്ഞ് കിടക്കുവാണ് എന്താണ് ഉടമ്പടിയെന്ന്. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇതല്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, എന്തായാലും ഞാൻ നാളെ പോവുക, എനിക്കൊന്നും അറിയില്ല, ഞാൻ നാളെ പോവുക എന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു ഞാനിവിടെ വന്നു. ഉടമ്പടി ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇവിടെ വന്നേ. ഇവിടെ വന്ന് ഇവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 5:30 മണിയായി. അവിടെ മാതാവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ഞാൻ ശരിക്കും പരിസരം മറന്ന് കരഞ്ഞാണ് പ്രാർത്ഥിച്ചേ. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി സമർപ്പണമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടില്ല. ഇവിടെ റോഡിൽ നിൽക്കുമ്പം മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ പാസ്പോർട്ട് അയച്ചിട്ടുണ്ട്, വിസയാണോന്ന് അറിയില്ല, എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ കുഴപ്പമില്ല, അത് മാതാവ് വെച്ച വിസ തന്നെയാണ്, നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ പാസ്പോർട്ട് വന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ വിസയായിരുന്നു. അത് ശരിക്കും പരിശുദ്ധ അമ്മ തന്നെ വെച്ച വിസയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതോടുകൂടി ഈ 5 വർഷമായിട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കാത്തത് ആ ഒറ്റ പ്രാർത്ഥനയിൽ എനിക്ക് അമ്മ അത് സാധിച്ചു തന്നു. അപ്പം ഇതിന് മുന്നേ 5 പേർക്ക് വിസ വന്നതിൽ 4 റിജക്ഷനും ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ സെപ്റ്റംബർ 30 കയറിപ്പോയി. എൻ്റെ മോൻ ഒക്ടോബർ 9 കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾ തമ്മിൽ പരിചയമായത്. അപ്പം ആണ് പറയുന്നത്, ആ കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവന് വിസ വന്നതെന്ന്. അപ്പം എൻ്റെ മോനും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് വിസ വന്നത്. ബാക്കി 13 കുട്ടികളുടെയും റിജക്ഷനായിരുന്നു. ഇവിടെ വന്ന് ഈ 2 കുട്ടികൾക്ക് മാത്രമേ വിസ വന്നുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മ ഓരോ കാര്യത്തിനും എൻ്റെ മോൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം അവനെ പാർട്ട് ടൈം ജോബുമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചത് എൻ്റെ മകളുടെ കാര്യമായിരുന്നു. അവൾ LKG തൊട്ട്
നന്നായി പഠിക്കും, പക്ഷേ എക്സാം വരുമ്പം മാർക്കില്ല. അവളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സും മിസ്സുമാരും എല്ലാവരും പറയും അവളെ വിഷമിപ്പിക്കേണ്ട, അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവൾക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് എന്ന് പറയും. രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഈ കുട്ടി ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ദിവസം ഞാൻ പറയും മതി പഠിച്ചത്, എഴുന്നേറ്റ് എന്ന് പറയും. അത്രയും കഷ്ടപ്പെട്ടിട്ടും അവൾക്ക് മാർക്ക് ഭയങ്കര കുറവായിരുന്നു. 10th കഴിഞ്ഞു +2-നൊക്കെ അത്യാവശ്യം ഒരു 75-80% ഒക്കെ ആയിരുന്നു മാർക്ക്. പക്ഷെ അവളുടെ പഠിക്കലിന് അവൾക്ക് നല്ല ടോപ്പ് സ്കോർ കിട്ടേണ്ടതാണ്. അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചു. അവൾ 2nd സെമസ്റ്റർ എഴുതുമ്പം അവൾക്ക് 2 സപ്ലി വരെയും കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ വഴക്കൊന്നും പറയില്ല, കാരണം എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഒരേ ബുദ്ധിയൊന്നും ദൈവം കൊടുക്കില്ലല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്തു. സാരില്ല മോളെ, നീ കഷ്ടപ്പെടാണ്ടല്ലോ, കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞു. 3ാമത്തെ സെമസ്റ്റർ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 3ാമത്തെ സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് 3rd റാങ്കാണ്. 4th സെമ്മിൻ്റെ റിസൾട്ട് വന്നത് 2nd റാങ്ക്. ഇനി അവൾക്ക് 2 സെമ്മിൻ്റെ ഒരു എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. 6th സെമ്മിൻ്റെ 5th സെമ്മിൻ്റെ റിസൾട്ട് വരാനുണ്ട്. ഇതാണ് എൻ്റെ മോൾക്ക് സംഭവിച്ചത്. പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം. നിയോഗത്തിലൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഒരു 35 വർഷമായിട്ട് ഹാൻഡ്സ് യൂസ് ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ് വേണ്ട നിർത്തുന്ന് പറഞ്ഞാൽ നിർത്തത്തില്ലായിരുന്നു. ആൾ കണ്ടിന്യൂസ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മോനൊക്കെ കുറേ പറഞ്ഞതാ വേണ്ടച്ചാ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എല്ലാ മാസവും ആൾ എന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുമോ, നിർത്താണ്ട, പക്ഷേ ഒരു സഹനം തരാൻ പ്രാർത്ഥിച്ചാൽ മതി, നിർത്തണമെന്ന് ഞാൻ പറയണില്ല. കാരണം ഇത്രയും നാൾ യൂസ് ചെയ്ത ആൾ അത് പെട്ടെന്ന് നിർത്തുകയെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു നിർത്താൻ ഞാൻ പറയണില്ല, ഞാനൊന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, ഞാനത് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് നിർത്തി എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളോട് കളി പറയണ പോലെ മാതാവിനോട് കളിക്കല്ലേ എന്ന് പറയുകയും ചെയ്തു. പിന്നെ ഈ നിമിഷം വരെ ആളത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം 5 മാസം കഴിഞ്ഞു. ആൾക്കിപ്പോൾ അത് വേണ്ട, ഇനി അത് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ആൾ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തുവാണ്. അപ്പം 20 വർഷമായി ഞാൻ പാർലർ നടത്തുന്നുണ്ട്. അപ്പം വർക്കുകളൊക്കെ ഇങ്ങനെ ഞാൻ ഒരു കോളേജിൻ്റെ പരിസരത്തായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും പഴയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി വർക്ക് ഇനി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ, എങ്ങനെ ഇത് കൂട്ടാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്കൊന്ന് കൂട്ടി തന്നെ മാതാവേന്ന്. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളുടെ ബിൽഡിംഗ് ഓണർ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പുറത്തെ റൂം ഒഴിഞ്ഞിട്ടുണ്ട്, നിഷി വേണേ അത് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ റൂം എടുത്ത് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ തുടക്കം വിടാൻ പോവുകയാണ് ഞാൻ ഈ ശനിയാഴ്ച. എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് ഇതുവരെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. നമ്മളുടെ അവിടെ ഒരു കരുണാലയം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ കിടപ്പ് രോഗികളാണ്. അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകുകയും അവരുടെ അടുത്ത് കുറച്ച് നേരം ചെന്നിരിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇതാണ് എനിക്കുണ്ടായിരുന്ന അനുഭവ സാക്ഷ്യം. മേരി ഷെർലി, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 ഒക്ടോബർ 3-ാം തീയതി
വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം ഞാനിവിടെ 2020 വരെ ഞാനിവിടെ വന്ന്, പിന്നെ കൊറോണ ആയ കാരണം പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഇവിടെ 2022 മാർച്ച് 10-ാം തീയതി വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പ് ഞങ്ങൾക്ക് 22 വർഷമായി ഞങ്ങളുടെ പേരിൽ പറമ്പ് മേടിച്ചു. പക്ഷേ ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. ആ പറമ്പ് വേറെ വ്യക്തിയുടെ പേരിലായിരുന്നു. ആ പറമ്പ് ഞങ്ങളുടെ വിൽക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അത് ഞങ്ങളുടെ പേരിലല്ല എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ആ പറമ്പ് ഞങ്ങൾ വിൽക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേനും ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു ആ പറമ്പ്. ആ വ്യക്തി ഒരു 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി.